ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പാചകപ്പുരയിലേക്ക് ഹരിയേട്ടൻ കയറിയുണ്ട്. ഞാൻ വിചാരിച്ചു കട്ടിംഗ് ബോർഡ് എടുത്ത് കറി ഉണ്ടാക്കുന്നതാണ്. പക്ഷെ അതല്ല, ഇന്ന് ഹരിയേട്ടൻ്റെ വക സ്പെഷ്യൽ ബീഫും കായക്കറിയുമാണെന്നാണ് പറയുന്നത്. അതിലേക്ക് വേണ്ടി ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും സവാളയും ഒക്കെ അരിഞ്ഞത് ചേർത്ത് കൊടുത്തതാണ്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ബീഫ് മസാല എന്നിവയൊക്കെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത്, നീ കുക്കറിലിട്ടാണേ മിക്സ് ചെയ്യണേ, കുക്കറില്ലാത്ത ഒരു പരിപാടി ഇവിടെ ഇല്ല. അപ്പോൾ കുക്കറിൽ കുറച്ച് വെള്ളമോടെ ഒഴിച്ച് അതങ്ങ് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ബീഫിലേക്ക് ആവശ്യമായിട്ടുള്ള കായ ഇത് ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. ബീഫൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കടുക് വറക്കാം. ആ കടുക് വറക്കായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക്, ഇഞ്ചി, വറ്റൽമുളക്, സവാള ഒക്കെ ഇട്ട് നന്നായി വഴറ്റിയതിന് ശേഷം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി എന്നിവ ചേർത്ത് നന്നായി വഴറ്റി മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫും ആ ബീഫിൻ്റെ വെള്ളവും ഒക്കെ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് വെള്ളം ഒഴിച്ചാണ് ബീഫ് വേവിച്ചത്. ഇതിലേക്ക് തന്നെയാണ് ഞാൻ കായ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ കായയും ബീഫും ഈ മസാലയൊക്കെ നന്നായി പിടിച്ച് കായ നന്നായി വെന്ത് റെഡിയാവും. കായ വേവിച്ച് ബീഫിൽ നേരിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ പണിയെളുപ്പത്തിനും പാത്രം കഴുകാൻ മടിയും കൊണ്ടും ഇങ്ങനെ ചെയ്തേ ഉള്ളൂ. കായയ്ക്ക് ഒരുപാട് വേവില്ലല്ലോ, അതിനാൽ ബീഫിലെ വെള്ളമൊക്കെ വറ്റി ആ മസാലയൊക്കെ പിടിച്ച് കുറുകി വരുമ്പോഴത്തേക്കും കായയും വെന്ത് കിട്ടുന്നതാണ്. ഇന്നപ്പോൾ ഉച്ചയൂണിന് നല്ല കായ ഇട്ട് വെച്ച ബീഫ് കറിയും ചക്കക്കുരുമാങ്ങയും കണ്ണിമാങ്ങ അച്ചാറും ഒക്കെ ആയിരുന്നു. ഇനി അടുത്ത റെസിപ്പിയുമായി വീണ്ടും വരാം. ടാറ്റാ, ബൈ ബൈ.